ഹലോ നമസ്കാരം. റോക്സ്ലോ മാർബിൾസ് ജംഷിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളൊരു സൈറ്റിലാണ്. ഇവിടെ ഇന്നലെ വർക്ക് തുടങ്ങിയതാണ്. നമുക്ക് എന്തായിക്കണമെന്ന് നോക്കി വെക്കാം. ഇവിടെ ഇപ്പോൾ കട്ടിങ്ങിന്റെ വർക്കും കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ച് നടക്കുന്നുണ്ട്. നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. ഇവിടെ ഇപ്പോൾ ഇന്നലെ വർക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്നലെ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇന്നിപ്പോൾ ഇന്നലെ തന്നെ ഏകദേശം ഡൈനിങ് ഹാള് വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു റൂം വിരിച്ചു, മറ്റേ ബെഡ്റൂം വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോ നമുക്ക് ആസ്പറിന്റെ കല്ലാണ്, അതായത് ആസ്പറിൽ ഡയമണ്ട് പാറ്റേണിൽ വരുന്ന ഡിസൈനാണ് ഇപ്പോൾ തന്നെ വിരിച്ചു കഴിഞ്ഞാണ്. ഇപ്പോൾ പോളിഷിംഗ് ഒന്നും ചെയ്തിട്ടില്ല, വിരിച്ചിട്ടിട്ടുള്ളൂ. ആ ഡയമണ്ട് ഡിസൈനായിട്ട് വരുന്ന ഡയമണ്ട് പാറ്റേണിൽ വരുന്ന ഡിസൈനാണ് വരുന്നത്. ഇതിലിപ്പോ ഇതാണ് ഇപ്പോൾ നമ്മൾ വിരിച്ച റൂം വരുന്നത്. ആണല്ലേ, ഈ റൂം വിരിച്ചാണ്. ഏകദേശം 6 പീസോളം ഫുൾ പീസ് നമുക്ക് ഈ റൂമിൽ വരുന്നുണ്ട്. ചെറിയ റൂമാണ്, സ്ലാബും അതുപോലെ തന്നെ ചെറിയ സ്ലാബാണ്, ഓവർ സൈസ് അല്ല, നോർമൽ സൈസിൽ വരുന്നതാണ്. ഇപ്പോൾ രണ്ടാമത്തെ റൂം വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ 3 സ്ലാബ് വിരിച്ചിങ്ങനെ, ഇനി 4ാമത്തെ സ്ലാബിനുള്ള ലെവലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വർക്കും കാര്യങ്ങളും പുറത്ത് കട്ടിങ് നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അതിന്റെ മണലും സിമെന്റൊക്കെ നെക്റ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോ ഏകദേശം ഒരു 3 വർഷം മുമ്പ് താമസാക്കിയ വീടാണ്. ഇതിലിപ്പോ അവര് കസ്റ്റമർ മുമ്പ് ഗ്രൗട്ട് അടിച്ചിരുന്നു. കോൺക്രീറ്റിന്റെ മുകളിൽ പൊടി വരാതെക്കാനും വേണ്ടിയിട്ട് ഗ്രൗട്ട് കലക്കിയിട്ട് ചൂലുകൊണ്ട് അടിച്ചിരുന്നു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് മാർബിൾ വിരിക്കുന്ന സമയത്ത് ഈ ഗ്രൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഫുള്ള് കുത്തിയെടുത്ത് കളയണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാർബിൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിന് പിടിക്കൂല. ഈ ഗ്രൗട്ടുമ്പോ സിമെന്റ് പെട്ടെന്ന് പിടിക്കൂല. മെഷീൻ അടിക്കുന്ന സമയത്ത് ചെറുക്കിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നമുക്ക് ആ സിമെന്റുമുള്ള പിടുത്തം പെട്ടെന്ന് പോകും. കാരണം ഗ്രൗട്ടിന്റെ മുകളിൽ സ്മൂത്ത് ആയിക്കാരല്ലോ. അപ്പൊ ഇതുണ്ടല്ലോ, ഇത് കിച്ചണാണ്. ഈ കിച്ചണിൽ ഗ്രൗട്ട് കുത്തി പൊട്ടിച്ചിട്ടുണ്ട്, വാരി കളഞ്ഞിട്ടില്ല. ഏകദേശം പകുതിയോളം കുത്തിപ്പൊളിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വീട്ടുകാരനോട് ചോദിച്ചേക്കാം, മാർബിൾ എടുക്കാനുള്ള കാരണം കാര്യങ്ങളൊക്കെ എന്താന്ന് മൂപ്പരോട് തന്നെ ചോദിച്ചേക്കാം. അപ്പൊക്കാ നമ്മള് മാർബിളൊക്കെ ചിന്തിക്കാനുള്ള കാരണം എന്താ? ഒരു 3 വർഷം ഇപ്പൊ കൂടിയിരുന്നിട്ട് ഏകദേശം 3 വർഷം കഴിഞ്ഞു പറഞ്ഞു. 3 വർഷമായി. അപ്പൊ ഇത്രയും കാലം വെയിറ്റ് ചെയ്താണ് ഇപ്പൊ മാർബിൾ തന്നെ എടുക്കാൻ കാരണം എന്താ? അത് ഇപ്പൊ ടൈല് ഇതൊക്കെ അന്വേഷിച്ചു. ടൈലിന്റെ മാറ്റത്തിന്റെ മാറ്റങ്ങളെ കുറിച്ചൊന്ന് പഠിച്ചു. കോസ്റ്റും പണിക്കൂലിയൊക്കെ കണക്ക് കൂട്ടുമ്പോ ഏകദേശം ഒരു 10 രൂപ 15 രൂപ ഡിഫറൻസ് ആണ് ലാസ്റ്റ് കണക്ക് കൂട്ടുമ്പോ മാറ്റം വരുന്നത്. മാർബിൾ ടൈലും തന്നെ. അപ്പൊ പിന്നെ കാലാകാലത്തിൽ നല്ല 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് പോളിഷോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീപോളിഷ് ചെയ്യാൻ ആ തീരുമാനത്തിൽ അങ്ങനെ ഇന്നലെ നമ്മള് വർക്ക് തുടങ്ങിയത്. വർക്കിനെ കുറിച്ചൊക്കെ എന്താ പറയാ? വർക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. കാരണം ഇന്നലെ തുടങ്ങിയിട്ട് തന്നെ ഇപ്പൊ ഹാള് കഴിഞ്ഞു, 2 ബെഡ്റൂം കഴിഞ്ഞു. 2ാമത്തെ ബെഡ്റൂം ഏകദേശം പകുതി നാളത്തോടു കൂടി നമ്മളെ വിരിക്കല് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കറണ്ട് കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ നാളത്തോടുകൂടി വിരി കഴിയും. പിന്നെ നമ്മള് പോളിഷിങ്ങിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു 10-15 ദിവസം 20 ദിവസത്തെ വർക്ക് കൊണ്ട് നമുക്ക് മൊത്തം തീരും. അതെ. അപ്പോ ഈ വീടിന്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് അതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. ഏകദേശം ഒരു 20-25 ദിവസം കൊണ്ട് നമ്മളെ വീടിന്റെ മൊത്തം വർക്ക് കഴിയും. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ വീഡിയോ നമുക്ക് യൂട്യൂബിൽ കാണാൻ കഴിയും.